രാവിലെ ഈ തട്ടിലും മുട്ടലും കേട്ടിട്ടാണ് ഞാൻ എണീറ്റെ. ഭാബിമാരും മ്യൂക്കോ ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് അവരുടെ ലോക്കൽ ദാരു, അതായത് നാടൻ മദ്യം ഉണ്ടാക്കുന്നു. നമുക്കിന്ന് കുറേ പരിപാടികളുള്ള ദിവസമാണ്. കെട്ടിയോനെ കൊണ്ടുവന്ന് എയർപോർട്ടിൽ വിടണം, ആൾക്കൊരു ഒഫീഷ്യൽ ട്രെയിനിങ്. ജിബിൻ ബ്രോ ടൈമിൽ എത്തിയിട്ടുണ്ടേ. ഇനി പ്രസാദ് അങ്കിളിനെ വീട്ടിൽ പോയി പിക്ക് ചെയ്യും കൂടെ വേണം. ഇവർ വണ്ടി എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഭാബിമാരെടുത്ത് ഒരു ബൈ കൂടെ പറഞ്ഞിട്ട് വരാം. കണ്ടില്ലേ എൻ്റെ ഭാബിമാരുടെ ഒരു സപ്പോർട്ട്. അപ്പം ഞാൻ പോകുന്ന സമയത്ത് ഇവിടെ നടക്കുന്ന ബാക്കി പ്രോസസ്സിൻ്റെ ഒക്കെ ക്ലിപ്സ് അവരെടുത്ത് വെച്ചേക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ക്ലിപ്സ് കിട്ടിയാൽ ഇവരുടെ ലോക്കൽ വൈൻ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാമേ. ഇല്ലെങ്കിലേ തളരില്ല. കഴിഞ്ഞ ദിവസം ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രോജക്റ്റ് ഡിലീറ്റ് ആയിപ്പോയി, അതും ലോങ് വീഡിയോയുടെ, നമ്മുടെ നോർത്ത് സീരീസിന്റെ. നമ്മൾ അരുണാചലിൽ നിന്ന് ആസാമിൽ കയറി കേട്ടോ. ആസാമിലെ കാഴ്ചകളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കൊരു റിഫ്രഷ്മെന്റ് ഒക്കെ എടുത്ത് അങ്ങനെ 156 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് ദിബ്രുഗഡ് മോഹൻബാരി എയർപോർട്ടിലെത്തി. നമ്മൾ മീറ്റ് കാത്തു. ഇത് പ്രസാദ് അങ്കിളുടെ മോനാണ്, ആള് നാട്ടിൽ നിന്ന് എത്തിയതാണ്. അപ്പൊ ആളെയും പിക്ക് ചെയ്തു. അബിയെ നമ്മൾ ഡ്രോപ്പ് ചെയ്തില്ല കേട്ടോ. അബിക്ക് വൈകിട്ട് 4:15 ഫ്ലൈറ്റ്. നമ്മൾ ഇവിടുന്ന് ലഞ്ച് കഴിക്കാന്ന് പറഞ്ഞിട്ട് ദിബ്രുഗഡിൽ ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറന്റ് ആസാദ്, അങ്ങോട്ടേക്കാണ് പോകുന്നത്. കണ്ടില്ലേ ദിബ്രുഗഡിലെ മാർക്കറ്റ് വഴികള്, സൈക്കിള്, 2 വീലേഴ്സ്, പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടികൾ, നിറയെ ആളുകൾ, പോരാഞ്ഞിട്ട് പശു. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ ആസാമീസിലായിരിക്കും തെറിയേക്കുക. റെസ്റ്റോറൻറ്റിലെത്തി സീരിയസ് ആയ ചർച്ചയ്ക്കൊടുവിൽ ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നു ബിരിയാണി. ബിരിയാണി തീരെ പോരായിരുന്നു, പക്ഷേ സ്റ്റാർട്ടറായിട്ട് ഓർഡർ ചെയ്ത മലായി ചിക്കൻ കൊള്ളായിരുന്നു. പിന്നെ ഇത് നമ്മൾ ഓർഡർ ചെയ്ത ഡെസേർട്ടാണ്, ഫിജിന്നോ എന്തോ ആണ് അതിൻ്റെ പേര്. പിന്നെ അബിയെ കൊണ്ട് എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തു. ഇതല്ലേലും ഇവൻ ഉള്ളതാണ് ആരെങ്കിലും പോകുമ്പോൾ ഒന്നും കൂടെ ചെന്ന് പുറകെ നിന്ന് കെട്ടിപ്പിടിക്കുന്നത്. ഇത് ഞങ്ങളുടെ സാഡ് ഫേസ്. അപ്പോൾ ഈ സൺസെറ്റോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ബൈ.